യെസ് മാന്നാർ മത്തായി. അവിടുന്ന് ആ പട്ടി മച്ചാൻ വർഗീസിനെ ഓടിക്കുന്നു. അതിന്റെ മച്ചാൻ വർഗീസിന്റെ കൂടെ ആ ഗ്യാങ് മറ്റേ മാന്നാർ മത്തായിലെ ഗ്യാങ്ങിന്റെ കൂടെ ഉണ്ട്. ഓക്കെ ഓക്കെ. എന്റെ ഈശോയെ, നീ ഒരു കുരിശല്ലേ ചുമന്നുള്ളൂ. ഈ വണ്ടി അതിനകത്തുള്ള എല്ലാ കുരിശും വഹിക്കുകയാണെന്നൊക്കെ പറഞ്ഞ ശേഷം എല്ലാരും കൂടെ പോകുന്നത്, പൊടി പറത്തിക്കൊണ്ട് പോകുന്നത് ദാ ഇതിലെയാണ് ആ വണ്ടിയെ പോകുന്നത്. അതായത് ഗർവാസി സാശാനും എൽദോ ഗ്യാങ്ങും ഇന്ദ്രൻസിന്റെ കാറിൽ മുകേഷുമായിട്ട് വരും. പിന്നിലായി കാണുന്ന ആ വീടാണ് എൽദോയുടെ കഥാപാത്രമൊക്കെ ഇറങ്ങി വരുന്നത്. ഹായ്, വെൽക്കം ടു ഇപ്ര വ്ളോഗ്സ്. ഇപ്ര വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നുള്ളത് കോട്ടയം ജില്ലയിലെ കൈപ്പുഴയാണ്. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇന്നേക്ക് 30 വർഷങ്ങൾക്ക് മുമ്പ് 1995 മലയാളിയെ കുടുകുടെ ചിരിപ്പിച്ച സിദ്ദിഖ് ലാലിൻ്റെ മാന്നാർ മത്തായി സ്പീക്കിംഗ് എന്ന സിനിമയുടെ ലൊക്കേഷൻ കാഴ്ചകളാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ മലയാള സിനിമയുടെ പഴയകാല സിനിമകളുടെ ലൊക്കേഷൻ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോകളൊക്കെ കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ ഒരുപാട് പറഞ്ഞ് നീട്ടുന്നില്ല, മാന്നാർ മത്തായി സ്പീക്കിംഗ് എന്ന സിനിമയുടെ ലൊക്കേഷൻ കാഴ്ചകൾ ഗോപാലകൃഷ്ണൻ്റെ മാന്നാർ മത്തായിയുടെ താവളത്തിലേക്ക് 30 വർഷങ്ങൾക്ക് ശേഷം ആ ലൊക്കേഷൻ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. മാന്നാർ മത്തായി സ്പീക്കിംഗ്. 30 വർഷങ്ങൾക്ക് മുമ്പ് മാന്നാർ മത്തായി സ്പീക്കിംഗ് എന്ന ചിത്രത്തിൽ നമ്മുടെ മാന്നാർ മത്തായിയുടെയും ബാലകൃഷ്ണൻ്റെയും ഗോപാലകൃഷ്ണൻ്റെയും താവളം നാടക ട്രൂപ്പും വീടുമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് ഇതാണ്. 30 വർഷങ്ങൾക്ക് മുമ്പാണ് ഉർവശി തിയേറ്റേഴ്സ് എന്നുള്ള അവരുടെ താവളം വീടും നാടക ട്രൂപ്പുമായിട്ട് കാണിച്ചിരുന്ന ആ ലൊക്കേഷൻ എന്ന് പറയുന്നത്, ആ വീട് എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ കൈപ്പുഴയാണ്. ഇനി നമുക്കിതിൽ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്ന ലൊക്കേഷൻ കാഴ്ചകളിലേക്കൊന്ന് പോകാം. ഇതിൽ ആദ്യമായിട്ട് ആ ശകുന്തളയുടെ കഥാപാത്രം, പ്രിയങ്ക അവതരിപ്പിച്ച ശകുന്തളയുടെ കഥാപാത്രം ഒരു ഓട്ടോയിൽ വന്ന് സമയം ഇച്ചിരി താമസിച്ചു പോയി വന്ന് ഇറങ്ങുന്ന രംഗം ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെയാണ്. ഗേറ്റൊക്കെ മാറിപ്പോയി. അന്നൊരു ചുവപ്പ് കളറടിച്ച ഗേറ്റ് നമ്മുടെ മതിലൊക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പം അതൊക്കെ മാറിപ്പോയി. ഇതാ ഇവിടെ വന്നിട്ട് ആ പുറകിലായിട്ട് കാണുന്ന ഒരു വീട് ഒക്കെ കാണിക്കുന്നുണ്ട്. അതൊന്നും ഇപ്പോൾ ഇല്ല. ഇതിലെ നേരെ വന്ന് ഓട്ടോ കയറി ഇങ്ങോട്ട് വന്നിവിടെ നിൽക്കും. അപ്പോൾ പ്രിയങ്കയുടെ കഥാപാത്രം ഇറങ്ങി പൈസ കൊടുക്കുന്നത് ഇതാ ഇവിടെയായിട്ടാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോഴത്തേക്ക് ശകുന്തളയെ കാത്തു നിൽക്കുന്ന ആ നാടക ട്രൂപ്പിലെ മാന്നാർ മത്തായിയും ഗോപാലകൃഷ്ണനും ബാലകൃഷ്ണനും ബാക്കി എല്ലാവരും ഇതാ ഇവിടെ നിൽക്കുന്നത്, അവർ നിൽക്കുന്നത് ഈ വാതിലിൻ്റെ അവിടെയാണ്. അപ്പോഴത്തേക്ക് അവരുടെ നാടക കമ്പനിയുടെ വാന് പാർക്ക് ചെയ്തിരിക്കുന്നത് ഇതാ ഇവിടെയായിട്ടായിരുന്നു. ഇവിടെയാണത് പാർക്ക് ചെയ്തിരുന്നത്. അപ്പം ശകുന്തള വന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരെയും നമ്മുടെ മാന്നാർ മത്തായിയുടെ കഥാപാത്രം വാനിലേക്ക് കയറ്റുകയും, അപ്പോൾ ഓട്ടോയ്ക്ക് പൈസ കൊടുത്ത ശേഷം ഈ പ്രിയങ്കയുടെ ശകുന്തള എന്ന കഥാപാത്രം അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ മുകേഷുമായിട്ട് ഒരു ഉടക്കൊക്കെ നടക്കുകയും ആരാണെന്നൊക്കെ പറയുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങളെല്ലാം ചിത്രീകരിച്ചിരുന്നു ഇവിടെയാണ്. അവർ ശേഷം ആ ഉടക്ക് കഴിഞ്ഞ ശേഷം നമ്മുടെ ഇന്നസെന്റ് കഥാപാത്രം പറയുന്നുണ്ട്, കർത്താവേ നീ ഒരു കുരിശല്ലേ വഹിച്ചുള്ളൂ, അതിനകത്തുള്ള എല്ലാ കുരിശും വഹിക്കുകയാണെന്നൊക്കെ പറഞ്ഞ ശേഷം എല്ലാവരും കൂടെ വണ്ടിയിൽ കയറിയിട്ട് ആ വാൻ ഇറങ്ങിപ്പോകുന്നു, പൊടി പറത്തിക്കൊണ്ട്. അതൊരു ചെമ്മൺ റോഡാണ്, ഇന്നിപ്പോൾ അതെല്ലാം ടാറിട്ടിട്ടുണ്ട്. ആ വണ്ടി പോകുന്നത്, പൊടി പറത്തിക്കൊണ്ട് പോകുന്നത് ദാ ഇതിലെയാണ് ആ വണ്ടിയെ പോകുന്നത്. അടുത്ത ഒരു സീനില് നമ്മുടെ വാണി വിശ്വനാഥിന്റെ കഥാപാത്രത്തെ മുകേഷ് കാറിൽ കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് ഒരാൾ ഓടി വരുന്നുണ്ട്. ഈ ഗേറ്റ് കടന്നിട്ടാണ് അദ്ദേഹം ഓടി വരുന്നത്. ഓടി വന്നിട്ട് അകത്തെ മുറിയിലാണ് അപ്പം നമ്മുടെ മാന്നാർ മത്തായി ഇരിക്കുന്നത്. അപ്പം പറയാൻ പോകുന്നത് ഇതാ ഇതിലെ ഓടി വന്നിട്ട് അകത്തേക്ക് പോകുന്ന സീന് ഒക്കെ കാണിക്കുന്നത് ഈ വാതിൽ കടന്ന് നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഇതിലെയാണ് പോകുന്നത്. അദ്ദേഹം ചെന്ന് അകത്ത് നമ്മുടെ ഗോപാലകൃഷ്ണൻ മുകേഷിൻ്റെ കഥാപാത്രം വാണി വിശ്വനാഥിനെ നടിയം കൊണ്ട് വരുന്നുണ്ടെന്ന് പറയുന്ന രംഗം ചിത്രീകരിച്ചിരിക്കുന്നതും ആ ഷോട്ടെല്ലാം എന്താ ഇതിലെയാണ് വന്ന് ചിത്രീകരിച്ചിരിക്കുന്നത്. വാണി വിശ്വനാഥിൻ്റെ കഥാപാത്രത്തെ കൊണ്ട് കാറിൽ വന്ന് നിൽക്കുന്ന
സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെയായിട്ടാണ് വന്ന് നിൽക്കുന്നത്. വർഷങ്ങൾ 30 കഴിഞ്ഞു. വീടിനും ഒക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇതാണ് ആ രംഗങ്ങളെല്ലാം ചിത്രീകരിച്ചിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഇതിൽ ആ ഇന്ദ്രൻസിനെ നമ്മുടെ ഗർവാസിസ് ആശാനും എൽദോയുടെ ഗ്യാങ്ങും കൂടെ വന്നിട്ട് ഒരു ജനലിന് മുകളിലേക്ക് പൊക്കിയെടുത്ത് നിർത്തുന്നുണ്ട്. അത് ഈ ജനലാണ്. അപ്പോൾ അകത്തുനിന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഇന്ദ്രൻസിന്റെ കഴുത്ത് മാത്രം കാണാൻ പറ്റും. അപ്പോൾ എന്താണ് അവിടെ നിൽക്കുന്നത്? താഴെ ഇറങ്ങാൻ പറഞ്ഞുകൊണ്ട് മുകേഷിന്റെ കഥാപാത്രം പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇന്ദ്രൻസിനെ ഇവിടുന്ന് നേരെ താഴേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഗർവാസിസ് ആശാനെ മുകേഷൊക്കെ കാണുമ്പോഴത്തേക്ക് അകത്തേക്ക് ഓടിപ്പോകുന്ന രംഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെയായിട്ടാണ്. 30 വർഷങ്ങൾക്ക് മുമ്പ് ചിത്രീകരിച്ച രംഗങ്ങളാണ്. മാറ്റങ്ങളുണ്ടോ എന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തുക. ഇവിടെ വന്നിട്ടാണ് മുകേഷ് നിൽക്കുന്നത്. എന്നിട്ട് ഇവർ 1 by 1 ആയിട്ട് ഓരോരുത്തരെയും ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് അവർ അകത്തേക്ക് ഓടിക്കയറി പോകുന്നത് ഇവിടുന്നാണ് അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോയി ചിത്രീകരിച്ചിരിക്കുന്നത്. മാന്നാർമത്തായി എന്ന ചിത്രത്തിലെ എൽദോ ഗ്യാങ്ങിന്റെ, അതായത് കൊച്ചിൻ ഹനീഫയുടെ ഗ്യാങ്ങിലെ ഒരാളെ യാദൃശ്ചികമായിട്ട് പരിചയപ്പെടുവാനിടയായി. ചേട്ടന്റെ പേരെങ്ങനെയായിരുന്നു? റിജില. മറ്റേ മാന്നാർമത്തായിലെ ഗ്യാങ്ങിന്റെ കൂടെ ഉണ്ട്. വാണി വിശ്വനാഥ് ആത്മഹത്യാ പ്രവണത കാണിക്കുന്ന ഒരു കിണറിന്റെ അടുത്ത് വന്നിട്ട് എന്ത് ആഴമുണ്ട് എന്നൊക്കെ ചോദിക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അത് എപ്പോഴും വാണി വിശ്വനാഥ് ഈ കിണറ്റിലേക്ക് ചാടിയിട്ട് ആത്മഹത്യ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ആ കിണർ ഇപ്പോഴും ഉണ്ട്. മാന്നാർമത്തായി എന്ന സിനിമയിൽ വാണി വിശ്വനാഥ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന കിണർ ഇതാണ്. ഇവിടെ ഒരുപാട് രംഗങ്ങൾ ഇതിലേക്ക് ചാടിച്ചാകാനൊക്കെ ശ്രമിക്കുമ്പോഴത്തേക്ക് വാണി വിശ്വനാഥിനെ അടിച്ച് വീഴ്ത്തി ബോധം കെട്ട് വീഴുന്ന രംഗങ്ങളൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെയായിട്ടാണ്. അപ്പോൾ മാന്നാർമത്തായി എന്ന സിനിമയിലെ ആ കിണർ ഇപ്പോഴും ഉണ്ട്. അത് ഇവിടെയായിട്ടാണ്. 30 വർഷങ്ങൾക്ക് ശേഷം ആ കിണർ ഇപ്പോഴും അതേപടി തന്നെയുണ്ട്. ഇതിന് എന്തൊരു ആഴമാണെന്നൊക്കെ പറയുന്നു. അപ്പം ഇന്നസെന്റിന്റെ കഥാപാത്രം ആ പെണ്ണ് പറയുന്നത് കേട്ടിട്ട് കൊതിയായിട്ട് വയ്യ എന്നൊക്കെ പറഞ്ഞ് കിണറ്റിലേക്ക് നോക്കുന്ന രംഗങ്ങളെല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെയാണ്. 1995 സിദ്ദിഖ് ലാൽ സംവിധാനം ചെയ്ത മാന്നാർമത്തായി എന്ന സിനിമയിൽ വാണി വിശ്വനാഥിന്റെ കഥാപാത്രം വന്ന് ചാടാൻ ശ്രമിക്കുന്ന കിണർ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. അയ്യോ മീരേ, ബാലേഷ ഒക്കടാ. മാന്നാർമത്തായിയുടെ അടുത്ത ഒരു രംഗം ചിത്രീകരിച്ചിരിക്കുന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്ന രംഗം എന്ന് പറയുന്നത് ഒരു രാത്രി സീനാണ്. അതായത് നാടകനടിയുടെ വീട് തിരക്കി അവർ ആ കാറിൽ വരുന്നത്, അതായത് ഗർവാസിസ് ആശാനും എൽദോ ഗ്യാങ്ങും ഇന്ദ്രൻസിന്റെ കാറിൽ മുകേഷുമായിട്ട് വരുന്ന നാടകനടിയുടെ വീട് തിരക്കി വരുന്ന രംഗം ചിത്രീകരിച്ചിരിക്കുന്ന ഇവിടെയാണ്. ആ കാണുന്ന വഴിയിലൂടെയാണ് അന്ന് ആ കാറ് വന്നിട്ട് കാറ് വന്ന് നിൽക്കുന്നത് ഈ പോസ്റ്റിന്റെ അടുത്തായിട്ടാണ്. ഈ പോസ്റ്റിന്റെ അടുത്ത് കാറ് വന്ന് നിന്നിട്ട് എൽദോയും ഗ്യാങ്ങും ഇറങ്ങിയിട്ട് പറയും, അവിടെ കാണുന്നതാണ് നാടകനടിയുടെ വീട്, അവിടെ ഞങ്ങൾ തിരക്കിയിട്ട് പോരാം, നിങ്ങൾ ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു പോകും. ശരിക്കും അത് പ്രിയങ്കയുടെ വീട് തന്നെയായിരുന്നു, അതായത് ശകുന്തളയുടെ വീട് തന്നെയായിരുന്നു. പക്ഷെങ്കിൽ ആ വീട് ഇവിടെയല്ല ചിത്രീകരിച്ചിരിക്കുന്നത്, അതിന്റെ ലൊക്കേഷൻ വേറെയാണ്. കട്ട് ചെയ്ത് വരുന്ന രംഗങ്ങൾ മാത്രം ഇവിടെയും, നാടകനടിയുടെ വീട് ശരിക്കും വേറെ സ്ഥലത്താണ്. ആ ലൊക്കേഷൻ ഞാൻ പിന്നീട് നിങ്ങളെ അടുത്തതായിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്ന രംഗം എന്ന് പറയുന്ന ഇതാണ്. രാത്രിയിൽ ആ കാറിൽ വരുന്ന രംഗം ചിത്രീകരിച്ചിരിക്കുന്ന ഇവിടെയാണ്. ഈ ലൊക്കേഷനും കൈപ്പുഴ തന്നെയാണ്. അതിനുശേഷം എൽദോയെയും ഗ്യാങ്ങിനെയും കാറിൽ കയറ്റാതെ അവർ പോകുന്നത് ഈ വഴിയാണ്. ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിലെ ഇല്ലിക്കലിനടുത്ത് 15 കടവ് എന്ന സ്ഥലത്താണ്. ഇവിടെ മാന്നാർമത്തായി എന്ന സിനിമയുടെ ഒരു രംഗം ചിത്രീകരിച്ചിട്ടുണ്ട്. രംഗം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാന്നാർമത്തായിലെ ഉർവശി തിയേറ്റേഴ്സിലെ നടിയായ നമ്മുടെ ശകുന്തള പ്രിയങ്ക അവതരിപ്പിച്ച ശകുന്തള എന്ന കഥാപാത്രത്തിന്റെ വീട് ആണ് കാണിക്കുന്നത്. എനിക്ക് പിന്നിലായി കാണുന്ന ആ വീടാണ് ശകുന്തളയുടെ വീടായിട്ട് കാണിച്ചിരുന്നത്. ആ വീട്
മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. 30 വർഷമായി, 30 വർഷങ്ങൾക്ക് ശേഷം ആ വീടിന് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എങ്കിലും ആ വീടിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാം. ആ വീടിന്റെ ഉടമസ്ഥനോട് നമ്മൾ സംസാരിക്കുകയും ചെയ്യാം. നമുക്ക് അങ്ങോട്ടത്തേക്ക് പോകാം. ഇതാണ് മാന്നാർമത്തായി എന്ന സിനിമയിൽ പ്രിയങ്കയുടെ കഥാപാത്രം അവതരിപ്പിച്ച ശകുന്തള എന്ന കഥാപാത്രത്തിന്റെ വീടായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരുപാട് സീനുകളൊന്നും ചിത്രീകരിച്ചിട്ടില്ല എങ്കിലും ഒരു രാത്രി സീന്, അതായത് നമ്മുടെ എൽദോയുടെ കഥാപാത്രമൊക്കെ ഇറങ്ങി വരുന്നത്, അതായത് കാറിൽ അവര് നാടകനടിയുടെ വീട് അന്വേഷിച്ച് വരുന്നത് ഈ വീട്ടിൽ തന്നെയാണ്. പക്ഷെ ആ രംഗമൊന്നും ഇവിടെയല്ല ചിത്രീകരിച്ചിരിക്കുന്നത്. പക്ഷെ എൽദോ ഇറങ്ങി വരുന്ന വഴി എന്ന് പറയുന്നത് ഈ കാണുന്ന വഴിയിൽ കൂടിയാണ് എൽദോയുടെ കഥാപാത്രം, എൽദോയും മച്ചം വർഗീസും ഒക്കെ ഇറങ്ങി വരുന്ന ആശാനെ അവളെ മറ്റേ സിനിമാക്കാർ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്ന രംഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെയാണ്. അന്ന് ഈ രണ്ട് സൈഡിലും കുറച്ച് കൊന്നക്കമ്പുകളൊക്കെ വേലിപ്പത്തലായിട്ട് കൊന്നയൊക്കെ ഉപയോഗിച്ചിരുന്ന ഇവിടെയാണ്. പിന്നെ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്ന രംഗം എന്ന് പറയുന്നത് നമ്മുടെ പ്രിയങ്കയുടെ കഥാപാത്രത്തെ അന്വേഷിച്ച് സീരിയലുകാർ വരുന്നതും. അപ്പം നമുക്ക് 30 വർഷങ്ങൾക്ക് ശേഷം പ്രിയങ്ക അവതരിപ്പിച്ച ശകുന്തളയുടെ വീടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ വീടിന്റെ ഉടമസ്ഥൻ നമ്മളോട് സംസാരിക്കും. നമുക്ക് ആ ചേട്ടനോടൊന്ന് ചോദിക്കാം. ചേട്ടാ നമസ്കാരം. പേരെങ്ങനെയാ ചേട്ടന്റെ? സദാനന്ദൻ അല്ലെ? ഈ മാന്നാർമത്തായി സിനിമയിൽ ആ പ്രിയങ്കയുടെ വീട് ഇതായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അല്ലെ? ഓക്കെ. ഇത് ശരിക്കും എങ്ങനെയാ ഈ സിനിമ ഇവിടെ ഷൂട്ടിങ്ങിന് വരാനായിട്ടുണ്ടായ കാരണം എന്താ? കാരണം മാനസികാപ്പനാണല്ലോ പടത്തിന്റെ ആള്, നിർമ്മാതാവ്. മാന്നാർമത്തായിയുടെ ഒരു ദിവസം കാറാൽ ഇതിലെ പോകുമ്പോ ഈ വീട് കണ്ടു. മാനസികാപ്പൻ ഈ വീട് കണ്ടിട്ട് അവര് വേറൊരാളുമായിട്ട് ഇതിനകത്ത് വന്നേച്ച് എന്നോട് ചോദിച്ചു, ഈ വീടൊന്ന് ഒരു ദിവസത്തിനൊന്ന് ഷൂട്ടിങ്ങിന് തരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ തരാം, അതിനെന്താ വന്നോ. എന്നോട് ദിവസവും കണ്ട് ഇത് വന്ന് എല്ലാവരും വന്ന് ഷൂട്ട് ചെയ്യുമായിരുന്നു അല്ലേ? എത്ര ദിവസം ഉണ്ടായിരുന്നു ഷൂട്ടിങ്? ഇല്ല, ഒരു സന്ധ്യ വരെ, ഒറ്റ ദിവസത്തേക്ക്. ഇത് ചേട്ടന്റെ വൈഫാണ്. ചേച്ചിയുടെ പേരെന്താ? രോഹിണി. ചേട്ടന്റെ വൈഫാണ്. അപ്പൊ ഒറ്റ ദിവസം ഒരു ഉച്ച സമയത്ത് വന്നു. ഉച്ച സമയത്ത് വന്ന് വൈകിട്ടും കൊണ്ട് തീർന്നു. അത് ഒറ്റ ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ട്. അപ്പൊ മാനസികാപ്പൻ ഇതിലെ യാദൃശ്ചികമായിട്ട് പോയി വീട് കണ്ട് അങ്ങനെ വന്നതാണ്. ആളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഷൂട്ടിംഗ് സമയത്ത് കാണാനായിട്ട്? ഇഷ്ടംപോലെ ആൾക്കാരായിരുന്നു. നമ്മളെ പച്ചക്കറികൾ വരെ എല്ലാം ആണല്ലേ? ഭയങ്കര ആളായിരുന്നു ഷൂട്ടിങ്ങിന് അല്ലേ? അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയങ്കയുടെ രംഗവും പ്രിയങ്കയുടെ അമ്മ മറ്റേ ആ സീരിയല് വന്നിട്ട് പ്രിയങ്ക സിനിമയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രംഗമാണ് ഇവിടെ. പിന്നെ വൈകിട്ടത്തെ ഒരു രംഗം, കൊച്ചിൻ ഹനീഫയൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. അങ്ങനെ 2 സീനുകൾ. ചേട്ടൻ എന്ത് ചെയ്യുന്നു? ഞാന് സർക്കാർ സർവീസിലായിരുന്നു. റിട്ടയർ ആയോ? റിട്ടയർഡായി. 30 വർഷങ്ങൾക്ക് മുമ്പ്. ഈ വീട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മാറ്റങ്ങളൊക്കെ വരുത്തി അല്ലേ? മാറ്റങ്ങൾ വരുത്തി. ഫ്രണ്ടിൽ അന്നൊരു വരാന്ത, അങ്ങനെ 2 തൂണുകൾ ഇങ്ങനെ നിൽക്കുന്നതായിട്ടാണ്. ഓ, അത് ശരി. മൊത്തം തിണ്ണയായിരുന്നു അല്ലേ? അതെല്ലാം നിങ്ങൾ മാറ്റം വരുത്തി അല്ലേ? അത് തിണ്ണയെല്ലാം മാറ്റി. ഓ ഓ, ശരി. ഓക്കെ. അപ്പൊ അന്നത്തെ എനിക്ക് തോന്നുന്നു ഏക അടയാളം എന്ന് പറയുന്നത് ഈ ചെറിയ ഒരു കിളിവാതിൽ പോലെയുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ അല്ലെ? ആ മറ്റേ സീരിയലിന്റെ ആൾക്കാര് പ്രിയങ്കയെ വിളിക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് ഇവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സീനുകൾ ചിത്രീകരിച്ചിരുന്നത്. അപ്പോഴത്തേക്ക് ആ ചെറിയ കിളിവാതിൽ അല്ലെ? ആ ചെറിയ കിളിവാതിൽ അന്നുണ്ട് അല്ലെ? അത് മാത്രം മാറ്റം വരുത്തിയിട്ടില്ല. ബാക്കി ഈ വീട് അവർ ശരിക്കും മൊത്തത്തില് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. മുൻവശമൊക്കെ മാറി. നമ്മുടെ ഹരിശ്രീ അശോകനാണോ അതോ മച്ചാൻ വർഗീസ് ഒന്നും ഇവിടെ വരുന്നില്ല? ഇല്ല. ഹരിശ്രീ അശോകൻ ഇവിടെ വന്നായിരുന്നു അല്ലേ? എനിക്ക് തോന്നുന്നത് എൽദോയുടെ കൂടിയൊക്കെ ഇറങ്ങി, കൊച്ചിൻ ഹനീഫയുടെ കൂടെ ഇറങ്ങി വൈകിട്ട് ഇറങ്ങി പോകുന്നത് ഹരിശ്രീ അശോകനും വന്നത്തെ ആ സീനിൽ ഉണ്ടായിരുന്നു. ഓ ശരി. അപ്പോൾ 1995 ഏകദേശം ഇന്നേക്ക് 30 വർഷങ്ങൾക്ക് മുമ്പ് ശകുന്തളയുടെ വീടായിട്ട് മാന്നാർമത്തായിൽ കാണിച്ച വീട് ഇതാണ്. ഇതിന് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഈ കാണിക്കുന്ന വശത്തൂടെയാണ്. ഇന്ന് രാത്രി സീനിൽ കൊച്ചിൻ ഹനീഫയുടെ കഥാപാത്രം ഇറങ്ങി പോകുന്നത് ഈ വഴിയാണ്. ഈ വഴി ഇറങ്ങി പോകുമ്പോഴത്തേക്ക് 2 സൈഡിലും കൊന്നക്കമ്പുകളൊക്കെ വെച്ചിട്ടുണ്ട്. വേലി തിരിക്കാൻ, അതിർത്തി തിരിക്കാനായിട്ട് ഈ വീടിന്റെ ഫ്രണ്ടിൽ കൊന്നയുടെ പത്തൽ വെച്ചിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതാണ് അപ്പോൾ ശകുന്തളയുടെ വീട്. അപ്പോൾ മാന്നാർമത്തായിലെ ഈ വീടിന്റെ കാഴ്ചകൾ ഇവിടത്തോടുകൂടി തീരുകയാണ്. അടുത്ത ഒരു ലൊക്കേഷൻ, മാന്നാർമത്തായിയുടെ അടുത്ത ലൊക്കേഷൻ കാഴ്ചകളിലേക്ക് പോകാം. ചേട്ടാ, അപ്പോൾ വളരെ നന്ദി. ഇത്രയും കാര്യങ്ങൾ 30 വർഷങ്ങൾക്ക് മുമ്പ് ഈ ചേട്ടന്റെ വീട്ടിലാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നത്.
വിശദ വിവരങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. വളരെ നന്ദി ചേട്ടാ, താങ്ക്സ്. മാന്നാർ മത്തായിയുടെ ഷൂട്ടിംഗ് നേരിട്ട് കണ്ടിട്ടുള്ള നമ്മുടെ ഒരു സുഹൃത്ത് ഇപ്പൊ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അനീഷ് എന്നാണ് പേര്. അനീഷ് ഈ സിനിമ ഷൂട്ടിംഗ് കണ്ടിട്ടുണ്ടോ? ആ സമയത്ത് ഷൂട്ടിംഗ് ഇവിടെ വന്നിട്ടുണ്ടോ? നേരിട്ട് കണ്ടാണ് അല്ലേ? ആ സമയത്ത് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിച്ചിരിക്കുകയാണ്. സ്കൂളിലൊന്നും പോകാതെ അന്ന് മാന്നാർ മത്തായിയുടെ ഷൂട്ടിംഗ് കണ്ട നമ്മുടെ സുഹൃത്താണ് അനീഷ്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. 7ാം ക്ലാസ്സിൽ അല്ലേ? 1995 മാന്നാർ മത്തായിയുടെ ഷൂട്ടിംഗ് ഈ വള്ളപ്പുരയിൽ നടക്കുമ്പോൾ സ്കൂളിൽ പോകാതെ സിനിമയുടെ ചിത്രീകരണം കണ്ട മഹാനാണ് എൻ്റെ കൂടെ ഉള്ളത്. അതുകൊണ്ട് എന്ത് പറ്റി, ഞാൻ അനീഷിനെ പരിചയപ്പെടുത്തുന്ന സമയത്ത് അനീഷ് കൈപ്പുഴക്കാരനാണെന്ന് പറയുമ്പോഴത്തേക്ക് എന്നോട് പറയും, ഞാൻ മാന്നാർ മത്തായിയുടെ ഷൂട്ടിംഗ് എൻ്റെ വീടിനടുത്താണ് നടന്നത്, ഇവിടെയൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ യൂട്യൂബ് ചാനൽ നമ്മൾ തുടങ്ങുമ്പോഴത്തേക്ക് മാന്നാർ മത്തായിയുടെ ലൊക്കേഷൻ കാണിക്കാനായിട്ട് വരുമ്പോഴത്തേക്ക് അനീഷിനെയാണ് ഓർമ്മ വന്നത്. അപ്പം അനീഷിനെ തിരക്കി വന്ന് ഈ ലൊക്കേഷനൊക്കെ ഒന്ന് കാണാൻ പറ്റി. നമ്മുടെ മുകേഷിൻ്റെ കഥാപാത്രം ഇതിലെ ഓടി വരുമ്പോഴത്തേക്ക് ഇതിലെയാണ് ഓടി വരുന്നത്. ഇവിടുന്ന് ഓടി വന്ന് ഇതിലെയാണ് മരങ്ങളുടെ മറവുണ്ട്, ജാതിത്തോട്ടങ്ങളൊക്കെ ആയി. ഇപ്പോൾ ഇവിടെ നേരെ ഇവിടെ വന്ന് ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു ചാരുകസേരയുണ്ട്. ഇതൊരു വള്ളപ്പുരയാണ്. ആ വള്ളപ്പുരയുടെ ചാരുകസേരയിലാണ് ഇരിക്കുന്നത്. തൊട്ടു പുറകെ എൽദോയുടെ ഗ്യാങ് വരും. ആശാന്റെ കാല് തല്ലി ഓടിച്ച് ഇതിലെ ആരെങ്കിലും ഓടിപ്പോയെന്ന് ചോദിക്കുമ്പോൾ ഇതിലെ ഓടിപ്പോയായിരുന്നു, ഇത്ര പെട്ടെന്ന് പത്രത്തിൽ വന്നോ എന്നൊക്കെ പറഞ്ഞ് മുകേഷുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നേരെ ഇന്ദ്രൻസിനെയും കൊണ്ട് ഗർവാസീസ് ആശാൻ വരും. എന്താടാ അവിടെ നിന്ന് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയും, ആശാന്റെ കാല് തല്ലി ഓടിച്ച് പത്രത്തിൽ വന്നെന്ന് പറയും. ഇവന്മാരെ കൊണ്ട് തോറ്റു, ഇത്ര പെട്ടെന്ന് ഇത് പത്രത്തിൽ വന്നോ, അത് തൽക്കാലം ആ പത്രത്തിൽ വന്ന കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ അവനെ പോയി അന്വേഷിക്കാൻ പറഞ്ഞ ശേഷം, എന്നാൽ പത്രം ഒന്ന് വായിച്ചിട്ട് തന്നെ എന്ന് കാര്യമൊന്ന് പറഞ്ഞ ശേഷം ഈ ഗർവാസീസ് ആശാൻ ഇന്ദ്രൻസുമായിട്ട് നേരെ ഇന്ദ്രൻസിന്റെ കഴുത്തിന് പിടിച്ചുകൊണ്ട് നേരെ ഈ വള്ളപ്പുരയ്ക്ക് അടുത്ത് വന്നിട്ട്, എടാ ആ പത്രം ഒന്ന് വായിച്ചേ, ഞാൻ കണ്ണട എടുത്തിട്ടില്ല എന്ന് പറയുകയും ഇന്ദ്രൻസിന്റെ കഥാപാത്രം പത്രത്തിൽ ആന്റണി രാജിവെച്ചു എന്നോ അങ്ങനെ എന്തോ ആണ് ആ പത്രത്തിൽ എഴുതിയിരുന്നത്. ആന്റണി മന്ത്രിപദം രാജിവെച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് വായിക്കുമ്പോൾ ഞെട്ടിക്കുന്ന വാർത്തയാണ്, ആശാന്റെ കാല് തല്ലിയൊടിച്ചു, ആശാൻ ക്ഷമിച്ചു എന്നൊക്കെ പറയുന്ന സീന് ഇവിടെ വെച്ചാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ക്ഷമിച്ചു എന്ന് പറയാൻ അവരാരാന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഇന്ദ്രൻസിനെ പിടിച്ച് തള്ളുമ്പോഴത്തേക്ക് പത്രം മാറി പോകുമ്പോഴത്തേക്ക് ആ നമസ്കാരം എന്ന് പറഞ്ഞ് മുകേഷിനോട് പറയുകയും പെട്ടെന്ന് മുകേഷാണ് ഇരിക്കുന്നതെന്ന് തിരിച്ചറിയുകയും, അപ്പോൾ ജനാർദ്ദന്റെ കഥാപാത്രം എടാ എൽദോ മുകേഷിനെ ആ ചാരുകസേരയിൽ തന്നെ തടഞ്ഞു വെച്ചുകൊണ്ട് എൽദോ വേഗം പാടാതാ ഇവൻ ഇവിടെ ഉണ്ടെന്ന് പറയുന്ന സീനെല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എൽദോയൊക്കെ ഓടിപ്പോകുമ്പോഴത്തേക്ക് അവിടുന്ന് എൽദോയും അവരുടെ ഗ്യാങ്ങും കൂടെ ഓടി വരുമ്പോഴത്തേക്ക് അനീഷ അന്ന് ഓടി വരുമ്പോഴത്തേക്ക് ഏകദേശം അവർ ഇവിടെ വരെ ഓടി വരുന്നുണ്ട്. എനിക്ക് ഒരു പാടമൊക്കെ കാണിക്കുന്നുണ്ട്, അത് ആ പാടമാണെന്ന് തോന്നുന്നു, ആ പുറയിൽ കാണുന്ന പാടമാണെന്ന് തോന്നുന്നു അല്ലേ? അതിപ്പം ഈ മരം വന്ന് ശരിക്കും അവർ ഓടി വരുമ്പോഴത്തേക്ക് കുറെ പൈപ്പ് കൂട്ടി, അത് ശരിക്കും എന്താ ഈ പൈപ്പ് എന്നായിരുന്നു? പൈപ്പ് വാട്ടർ ജലം പഞ്ചായത്തിന്റെ ഇതിൽ വാട്ടർ പൈപ്പ് ഇടാൻ വേണ്ടി എടുത്തിട്ട് വെള്ളത്തിന് വേണ്ടിയിട്ടല്ലേ, ഇവിടത്തേക്കുള്ള കുടിവെള്ളത്തിന്റെ പദ്ധതിക്ക് വേണ്ടിയിട്ട് പൈപ്പ് ആ ഷൂട്ടിങ്ങിന്റെ സമയത്ത് അത് ഇവിടെ കിടപ്പുണ്ട്. പഞ്ചായത്ത് ഉണ്ടായിരുന്നു, അവരുടെ വീടിന്റെ അടുത്ത് ഇവിടെ ഇട്ടേക്കുന്നതായിരുന്നു. അന്ന് എൽദോയും ഗാങ്ങും ഒക്കെ ഓടി വന്നിട്ട് ഇവിടെ കുറെ പൈപ്പ് കൂട്ടിയിട്ടുണ്ട്. അതിന്റെ അവിടെ വരുമ്പോഴത്തേക്കാണ് മുകേഷ് ആണ് അവിടെ ഇരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഗർവാസീസ് ആശാൻ വീണ്ടും എടാ എൽദോ വാടാന്നും പറഞ്ഞുകൊണ്ട് മുകേഷിനെ അവിടെ അവിടെ തടഞ്ഞു വെച്ചിട്ട് തിരിച്ച് ഓടി വീണ്ടും തിരിച്ച് ഓടി ഇവിടെ വരികയും നമ്മുടെ ഈ കൊച്ചിൻ ഹനീഫയുടെ എൽദോ എന്ന കഥാപാത്രം അവന്റെ കാൽ എനിക്കുള്ളത് ആശാനെ പിടിച്ചോളാൻ പറയും. അപ്പോഴത്തേക്ക് നമ്മുടെ ഗർവാസീസ് ആശാൻ പറയും, നിന്ന് കഥാപ്രസംഗം നടത്താതെ അടിച്ചൊടിക്കടാ ഇവന്റെ കാലെന്ന് പറഞ്ഞ് ഇവിടെ വെച്ചിട്ടാണ്, ഇവിടെ ഒരു മരമുണ്ട് അതിന് ചുറ്റും അല്ലെ, ഇവിടെ ഒരു മരമുണ്ട്, കൈതയാണ്, കൈതയ്ക്ക് അത് ഏകദേശം ഇവിടെയായിട്ടാണ്. കൈതയ്ക്ക് ചുറ്റും ആദ്യം നമ്മുടെ ഗർവാസീസ് ആശാൻ മുകേഷിനെ പിടിക്കുകയും അപ്പം കൊച്ചിൻ ഹനീഫയുടെ കഥാപാത്രം അടിക്കാൻ വരുമ്പോൾ മുകേഷ് എടുത്ത് ചാടും. അപ്പോഴത്തേക്ക് രണ്ടാമത്തെ കാല് നമ്മുടെ ഗർവാസീസ് ആശാൻ രണ്ടാമത്തെ കാല് ആ അടി കൊള്ളുകയും ആശാൻ താഴെ വീഴുകയും ആശാൻ രണ്ടാമത്തെ കാല്
ഒടിയുകയും ചെയ്യുമ്പോൾ പിടിക്കടാ എന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് മുകേഷിനെ പിടിക്കാനായിട്ട് ഒരു കൈതയ്ക്ക് ചുറ്റും അവരെ ഓടുന്നല്ലേ. കൈതി ഉണ്ടായിരുന്നു. അത് ഈ പറമ്പിലാണ്. ആ കൈതയ്ക്ക് ചുറ്റും ഓടുകയും അവനെ അല്ലടാ പിടിക്കുന്നത് എന്നെയാ പിടിക്കേണ്ടതെന്ന് പറഞ്ഞ ശേഷം ഗർവാസിസ് ആശാനെ അവരെടുത്തോണ്ട് പോവുകയും മുകേഷ് അപ്പൊ അത് നോക്കി നിൽക്കും എടുത്തോണ്ട് പോകുന്നത്. അപ്പം ഈ വള്ളപ്പുരയ്ക്കകത്തുനിന്ന് ഈ നമ്മുടെ ഇന്ദ്രൻസിന്റെ കഥാപാത്രം ഇതിനകത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു, ഒരു വള്ളത്തിനകത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു. ആ വള്ളത്തിനകത്തുനിന്ന് ഇന്ദ്രൻസിന്റെ കഥാപാത്രം ഇറങ്ങി വരും. ഇറങ്ങി വന്നിട്ട് നേരെ ഇവര് നമ്മുടെ ഗർവാസിസ് ആശാനെ എടുത്തോണ്ട് പോകുന്ന ഒരു സീനുണ്ട്. ആ സ്ഥലം ഞാൻ നിങ്ങളെ കാണിക്കാം. അതിനുശേഷം ഗർവാസിസ് ആശാനെ എൽദോയുടെ ഗ്യാങ് എടുത്തോണ്ട് പോകുന്ന ഷോട്ട് കാണിക്കുന്നത് ഈ ചെറിയ കയ്യാലയ്ക്ക് മുകളിൽ കൂടെയാണ്. അപ്പോൾ ഇഷ്ടം പോലെ കപ്പ അപ്പുറമുണ്ട്, കപ്പത്തോട്ടമാണ്. ആ കപ്പത്തോട്ടത്തിൻ്റെ അവിടെയൊക്കെ സ്ഥലം എത്രയാണ് 30 വർഷങ്ങൾ പിന്നിട്ടു. 30 വർഷങ്ങൾ പിന്നിട്ട് അവിടെ ഒരുപാട് വീടുകളൊക്കെ വന്നിട്ടുണ്ട്. അന്ന് എടുത്തോണ്ട് പോയി ഗർവാസിസ് ആശാനെ എടുത്തോണ്ട് പോയ രംഗം ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെയായിട്ടാണ്. ഇപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിലെ ഇല്ലിക്കലിനടുത്ത് 15 കടവ് എന്ന സ്ഥലത്താണ്. എനിക്ക് പിന്നിലായി കാണുന്ന ഈ സ്ഥലത്താണ് നമ്മുടെ മാന്നാർ മത്തായി സ്പീക്കിംഗ് എന്ന സിനിമയുടെ ഒരു ഭാഗം ചിത്രീകരിച്ചിരിക്കുന്നത്. ഇത് സ്ഥലമെന്ന് പറയുന്നത് 15 കടവാണ്. ഈ എനിക്ക് പിന്നിലായി കാണുന്ന ആ വഴിയിൽ കൂടിയാണ് അന്ന് മുകേഷിന്റെ കഥാപാത്രവും നമ്മുടെ ഗർവാസിസ് ആശാൻ, അതായത് ജനാർദ്ദന്റെ കഥാപാത്രവും ഇന്ദ്രൻസിന്റെ കാറിൽ നമ്മുടെ ഹരിശ്രീ സോവനുമായിട്ട് നമ്മുടെ കൊച്ചിൻ ഹനീഫയുടെ കഥാപാത്രമായ എൽദോയെ തലക്കി വരുന്ന വഴി എനിക്ക് പിന്നിലായി കാണുന്ന ആ വഴിയാണ്. അപ്പോൾ കാറ് വരുമ്പോഴത്തേക്ക് കൊച്ചിൻ ഹനീഫയുടെ കഥാപാത്രം ഇതിലെ നടന്നു വരികയും എൽദോ എന്ന് വിളിക്കുമ്പോഴത്തേക്ക് കൊച്ചിൻ ഹനീഫയുടെ കഥാപാത്രം പേടിച്ചിട്ട് ഓടാൻ ശ്രമിക്കും. അപ്പോൾ കാറ് പുറകെ വരികയും ഈ എൽദോ ഓടുകയും ചെയ്യും. ഈ വഴിയിൽ കൂടിയാണ് എൽദോ ഓടുന്നത്. അന്ന് ഇവിടെയൊന്നും വീടുകൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവിടെയൊക്കെ ശരിക്കും മാറ്റങ്ങൾ സംഭവിച്ചു. അപ്പോൾ എൽദോയുടെ കഥാപാത്രം ഇങ്ങനെ ഓടി വരുമ്പോഴത്തേക്ക് എനിക്ക് പിന്നിലായി കാണുന്ന ഈ വീട്, അന്ന് ഈ വീട് ഇവിടെ ഉണ്ടായിരുന്നു, അത് ഇഷ്ടികയിൽ കെട്ടിയതായിരുന്നു. ആ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് അന്ന് കൊച്ചിൻ ഹനീഫയുടെ കഥാപാത്രം ഓടിയിരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഈ വീട് ഇഷ്ടികയിൽ കെട്ടിയതായിരുന്നു. ഇന്നിപ്പം അതെല്ലാം പൂശി എല്ലാം നല്ല കുട്ടപ്പനാക്കിയിട്ടുണ്ട്. പക്ഷെ എങ്കിലും അന്ന് ഓടുമ്പോഴത്തേക്ക് ഈ വീടിൻ്റെ സൈഡിലത്തെ 2 ജനലുകൾ ആ ഷോട്ടിൽ കാണിക്കുന്നുണ്ട്. ആ ജനലുകൾ എന്ന് പറയുന്നത് ആ കാണുന്ന 2 ജനലുകളാണ്. നിങ്ങൾക്കത് കാണാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. ആ കാണുന്ന 2 ജനലുകൾ അത് ആ സിനിമയിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കൊച്ചിൻ ഹനീഫ ഓടുമ്പോഴത്തേക്ക് ഇതാണ് ആ ജനലുകൾ, ആ കാണുന്ന 2 ജനലുകൾ. അന്ന് ഇതൊന്നും പൂശിയിട്ടില്ല, ഇഷ്ടിക കാണും. ആ കാണുന്ന 2 ജനലുകൾ ആ സീനിൽ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഇവിടുന്ന് അങ്ങ് ഓടിക്കുകയാണ് കൊച്ചിൻ ഹനീഫ. ഇവിടുന്ന് അങ്ങോട്ട് ഓടുകയാണ് ചെയ്യുന്നത്. അങ്ങോട്ട് ഓടിക്കഴിയുമ്പോഴത്തേക്ക് കാറയിൽ പുറകെ പോകും. പിന്നെ ഇതിൻ്റെ തുടർന്നുള്ള സീൻ എന്ന് പറയുന്ന അപ്പുറത്തെ സൈഡിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. നമുക്ക് ആ സൈഡിൽ ചിത്രീകരിച്ചിരുന്ന സീനുകളിലേക്ക് പോകാം. ആ സീനിൻ്റെ തുടർച്ചയായിട്ട് പിന്നെ കൊച്ചിൻ ഹനീഫയുടെ കഥാപാത്രം ഓടി വരുന്നത് ഞാൻ ഈ നിൽക്കുന്ന ഈ സ്ഥലത്താണ് കൊച്ചിൻ ഹനീഫയുടെ കഥാപാത്രം ഓടി വരുന്നത്. ആ ഓടി വന്നിട്ട് ഈ എനിക്ക് പിന്നിലായി കാണുന്ന ഈ വീടാണ് പിന്നെ കാണിക്കുന്നത്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ചെറിയ ഗ്രില്ലുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ വീടും അവർ പുതുക്കി പണിതു. ആ വീടിൻ്റെ ഫ്രണ്ടിലൂടെയാണ് കൊച്ചിൻ ഹനീഫയുടെ കഥാപാത്രം ഓടി വരുന്നത്. ഓടി വന്നിട്ട് അപ്പോൾ ഈ വീടൊക്കെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. അവർ ഈ വീട് പുതുക്കി പണിതിട്ടുണ്ട്. അതിനുശേഷം കൊച്ചിൻ ഹനീഫയുടെ കഥാപാത്രം ഞാൻ ഈ കാണുന്ന സ്ഥലത്തൂടെ ഓടി വരുമ്പോഴത്തേക്ക് ഇവിടെയായിട്ട് ഈ സ്ഥലത്തൊരു പൈപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് നമ്മുടെ കുടമൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഓടി വന്നിട്ട് ഇവിടെ നിന്ന് ഒന്ന് ശങ്കിച്ച ശേഷം കൊച്ചിൻ ഹനീഫയുടെ കഥാപാത്രം ഇങ്ങോട്ടാണ് ഓടുന്നതായിട്ട് കാണിക്കുന്നത്. ഇങ്ങോട്ടത്തെ വഴി ഇതാണ്. പക്ഷേ ഇവിടം കൊണ്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടം കൊണ്ട് കട്ട് ചെയ്ത ശേഷം പിന്നെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടി വരുമ്പോഴത്തേക്ക് ഈ പുറകിലത്തേക്ക് എൻ്റെ പുറകിലായി കാണുന്ന ഈ വഴി കാണിക്കുന്നുണ്ട്. പക്ഷെ ആദ്യം വന്ന് ഓടിയിട്ട് ഇതിലെ ഇങ്ങോട്ട് ഓടിക്കുന്നതായിട്ട് കാണിച്ചിട്ട് അവിടം കൊണ്ട് സീന് കട്ട് ചെയ്ത ശേഷം ഈ കാണുന്ന വഴിയെയാണ് കൊച്ചിൻ ഹനീഫയുടെ കഥാപാത്രം ഓടി നേരെ അവിടെയായിട്ട് ഇങ്ങോട്ട് ഓടിപ്പോകുമ്പോഴത്തേക്ക് ഈ 2 സൈഡിലൊക്കെ ഒരുപാട് കൊന്നകളൊക്കെ ഉണ്ട്. അപ്പം കൊച്ചിൻ ഹനീഫയുടെ കഥാപാത്രം ഓടി ഇവിടെ എത്തുമ്പോഴത്തേക്ക് അപ്പം കൊച്ചിൻ ഹനീഫയുടെ കഥാപാത്രം ആ ഓടുന്നത് ഇവിടെയാണ്. അപ്പം ഞാൻ പറഞ്ഞിരുന്നു 2 സൈഡിലുമൊക്കെ കൊന്നകളുണ്ട്. അപ്പം നേരെ ഓടി കയറി വരുന്നത് ഈ 2 സൈഡുകളുടെയും കൊന്നക്കകത്തേക്ക് വലത്തേക്ക് ഒരു വഴി പോലെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലം എന്ന് പറയുന്നത് ആ കൊന്നകൾക്കിടയിലേക്ക് വലത്തോട്ട് പോകുന്നു. ഇവിടം കൊണ്ട് ശരിക്കും ക്യാമറ അവിടെ നിർത്തിയിട്ട് കൊച്ചിൻ ഹനീഫയുടെ കഥാപാത്രം ഓടി വന്ന് കയറുന്നു. പുറകെ നമ്മുടെ മച്ചാൻ വർഗീസിൻ്റെയും അതുപോലുള്ള കഥാപാത്രങ്ങളെല്ലാം ഓടി പുറകെ വന്നിട്ട് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊരു
കൊന്നകൾ രണ്ട് സൈഡിൽ നിൽക്കുന്ന ഒരു വളവ് പോലെയാണ് തോന്നിക്കുന്നത്. പക്ഷെ ഇതൊരു വീടായിരുന്നു. ഈ വീട് പൊളിച്ചു കളഞ്ഞതാണ്. ആ വീട്ടിലേക്കാണ് ഓടി കയറുന്നത്. അപ്പോൾ ആ വളവിൽ അവരെല്ലാം അപ്രത്യക്ഷമാവുന്നു. പിന്നെ ഒന്നും കാണുന്നില്ല. പിന്നെ കാണിക്കുന്നത് ഈ വളവിൽ നിന്ന് ആദ്യം കൊച്ചൈനീഫയുടെ കഥാപാത്രം ഓടി വരുന്നു. പുറകെ അവരെല്ലാം ഓടി വരുന്നതായിട്ടാണ്. അവരെല്ലാം പട്ടിയപ്പം ഇവിടുന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓടിച്ച് വരുന്നത്. ഇവിടെയൊക്കെ ശരിക്കും മാറിപ്പോയി. അന്ന് ആ കൊന്നകളൊക്കെ നിന്ന് വഴി കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഒരു വളവ് പോലെയാണ് ഇവിടുന്ന് തോന്നിയിരുന്നത്. ആ പട്ടി അവരെ ഓടിക്കുന്നത് ഇവിടുന്ന് ഇറങ്ങി വരുന്നതാണ്. ആ കൊന്നയെല്ലാം വെട്ടിമാറ്റി ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞിരുന്ന ഒരു വീടുണ്ടായിരുന്നു. ആ വീടും എല്ലാം പൊളിച്ചു കളഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ നമ്മളെ ക്യാമറയ്ക്ക് പിന്നിലേക്ക് കാണാത്ത സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്. അന്ന് ആ കൊന്നയ്ക്ക് ചുറ്റും അവർ ഓടിക്കേറി വന്ന സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്. ഒരു ചെറിയ വളവ് പോലെ അന്ന് ഫീൽ ചെയ്യുമായിരുന്നു. എങ്കിലും ഇപ്പം അതെല്ലാം മാറി. അപ്പം തിരിച്ച് ആദ്യം നമ്മുടെ ഹരിശ്രീ അശോകനും അതുപോലെ തന്നെ മച്ചാൻ വർഗീസും ആദ്യം ആ വളവെങ്കിൽ നിന്ന് ഓടി വരും. അതിന് പുറകെ എൽദോ ഓടി വരും. അതിന് പുറകെ ആ പട്ടി ഓടി വരും. അങ്ങനെ അവർ ഓടി വരുന്ന ഒരു സീന് ആ ലോങ് ഷോട്ടിൽ കാണിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ വീണ്ടും കട്ട് ചെയ്ത ശേഷം വീണ്ടും കാണിക്കുന്നത് ഇവിടുന്ന് ഓടി വരുന്നതായിട്ടാണ്. ഈ വഴി ഓടി വരുന്നതായിട്ടാണ്. ഈ ഓടി വരുന്ന വഴിക്ക് അപ്പോഴത്തേക്ക് ഈ പാടമൊക്കെ അതേപടി തന്നെ, ഈ പിന്നിലായി കാണുന്ന വയലൊക്കെ അതേപടി തന്നെ കാണിക്കുന്നുണ്ട്. അപ്പം ഓടി വരുമ്പം ആദ്യം മച്ചാൻ വർഗീസ് വരുന്നു. അതിനുശേഷം നമ്മുടെ ഹരിശ്രീ അശോകന്റെ കഥാപാത്രം വരുന്നു. അതിനുശേഷം എൽദോ ഓടി വരുമ്പോഴത്തേക്ക് ആ പട്ടിയും കൂടെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് നമ്മുടെ ഇന്ദ്രൻസിന്റെ കഥാപാത്രം ചാടി കയറി ആ കാർ പിടിച്ചിരുന്ന ആ ബോണറ്റിലേക്ക് ചാടി കയറിയിരിക്കും. അപ്പോഴത്തേക്ക് പെട്ടെന്ന് എൽദോയുടെ കഥാപാത്രം വരുമ്പോഴത്തേക്ക് നമ്മുടെ ഗർവാസിസ് ആശാൻ എൽദോ എന്നും പറഞ്ഞ് ചാടി പിടിക്കും. ആശാൻ എന്താ ഇവിടെ? അപ്പം തിരക്കി വന്നതാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നീ എന്തിനാ ഓടിയെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയും അത് കാശ് കൊടുക്കാനുള്ള ഒരു കാറും പിടിച്ച് വരുമായിരിക്കും എന്നല്ലേ ഓർത്തതെന്നൊക്കെ പറയും. അപ്പോഴത്തേക്ക് നേരെ ഹരിശ്രീ അശോകന്റെ കഥാപാത്രമൊക്കെ ഓടിപ്പോയ ആ കഥാപാത്രം നേരെ ആ കാറിന്റെ ബാക്കിലേക്ക് വന്ന് നിന്നെ സിനിമയിൽ എടുക്കുന്ന രംഗമൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ 30 വർഷങ്ങൾക്ക് ശേഷം മാന്നാർമത്തായി എന്ന സിനിമയിലെ ആ മനോഹരമായ കോമഡി രംഗങ്ങൾക്ക് ചിത്രീകരണത്തിന് വേദിയായിട്ടുള്ള സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. വർഷം എത്ര പിന്നിട്ട് സ്ഥലങ്ങളൊക്കെ മാറിപ്പോയി. അപ്പോൾ മാന്നാർമത്തായിയുടെ അടുത്ത ഒരു ലൊക്കേഷൻ തേടി ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിക്കടുത്ത് പാറക്കക്കടവ് എന്ന സ്ഥലത്താണ്. ഇവിടെ മാന്നാർമത്തായിയുടെ ഒരു രംഗം ചിത്രീകരിച്ചിട്ടുണ്ട്. ആ രംഗം ഏതാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാണി വിശ്വനാഥ് ആദ്യമായിട്ട് മുകേഷിനെ കാണുന്ന രംഗം. അതൊരു രാത്രി സീനാണ്. അത് ഇവിടെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. എനിക്ക് പിന്നിലായി കാണുന്ന ആ വഴി കണ്ടോ? അവിടുന്ന് മുകേഷിന്റെ കാറ്, അതായത് ഇന്ദ്രൻസിന്റെ കാറിലാണ് നടിയെ കാണാൻ പോയിട്ട് കാണാൻ പറ്റാതെ, അത് പ്രിയങ്കയുടെ വീട് തന്നെയായിരുന്നു. അവിടെ എത്തിയിട്ട് ഗർവാസിസ് ആശാനെയും കൂട്ടിക്കൊണ്ട് മുകേഷ് ഇന്ദ്രൻസിന്റെ കാറിൽ അവിടുന്നാണ് വരുന്നത്. ആ കാറിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ വാണി വിശ്വനാഥിന്റെ കഥാപാത്രം ഇവിടെയായിട്ട് വെള്ള സാരിയൊക്കെ ഉടുത്തിട്ട് കാറിന് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്ക് ഇന്ദ്രൻസിന്റെ കഥാപാത്രം മുകേഷിനോട് പറയും, അണ്ണാ നോക്ക് എന്ന് പറയും. വല്ലോ പ്രേതമോ യക്ഷിയോ വല്ലോ ആണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് മുകേഷ് പറയും, നീ ഹോൺ അടിച്ച് വണ്ടി വിടറ, അത് വേറെ കേസ് കെട്ടാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹോൺ അടിച്ചുകൊണ്ട് നമ്മുടെ ഇന്ദ്രൻസിന്റെ കഥാപാത്രം വരികയും എന്നാലും വാണി വിശ്വനാഥിന്റെ മായ എന്ന കഥാപാത്രം കാറിന്റെ ഫ്രണ്ടിലേക്ക് തന്നെ വരികയും അത് ഇടിക്കാറാവുമ്പോഴത്തേക്ക് മുകേഷ് പറയും വെട്ടിച്ചു മാറ്റടാ എന്ന് പറയും. വെട്ടിച്ചു മാറ്റുമ്പോഴത്തേക്ക് വണ്ടി വലത്തോട്ട്, ഇത് എവിടെയായിരിക്കും എന്ന് തോന്നുന്നു, വലത്തോട്ട് വെട്ടിച്ചു മാറ്റുമ്പോഴത്തേക്ക് നമ്മുടെ ഗർവാസിസ് ആശാൻ ബാക്കിലത്തെ ഡോറ് തുറന്ന് പുറത്ത് ഒരു ചാലിലേക്ക് മറിഞ്ഞു വീഴും. അങ്ങനെയാണ് ഗർവാസിസ് ആശാന്റെ കാല് ഒടിഞ്ഞു പോകുന്നത്. ആദ്യത്തെ കാല് ഒടിഞ്ഞു പോകുന്നത് ഇവിടെ വെച്ചാണ്. അത് എവിടെയായിരിക്കുമെന്ന് വിചാരിക്കുന്നത്. ഇത് ഇവിടെ ഒരു ചാലിലേക്കാണ് ഗർവാസിസ് ആശാൻ ഡോർ തുറന്ന് വീഴുന്നത്. അപ്പൊ മുകേഷിന്റെ കഥാപാത്രം ഇറങ്ങി വന്നിട്ട് നിനക്ക് നമ്മുടെ വണ്ടി മാത്രമേ കണ്ടുള്ളൂ, ചാടി ചാവാനെന്ന് പറയുകയും അതിനുശേഷം വേറെ വണ്ടി നമ്മുടെ പ്രതാപ് ചന്ദ്രൻ, ഡോക്ടർ ആയിട്ടുള്ള പ്രതാപ് ചന്ദ്രന്റെ വണ്ടി വരികയും ആ വണ്ടി വരുന്നത് എന്ന് പറയുന്നത് വീണ്ടും ആ വഴിക്ക് തന്നെയാണ്. പ്രതാപ് ചന്ദ്രന്റെ വണ്ടി അവിടുന്ന് തന്നെ, മുകേഷിന്റെ വണ്ടി അവിടുന്ന് തന്നെയായിരുന്നു വന്നത്. പ്രതാപ് ചന്ദ്രന്റെ വണ്ടി വരുമ്പോഴത്തേക്ക് വാണി വിശ്വനാഥിന്റെ കഥാപാത്രം വീണ്ടും ഒരിക്കൽ കൂടി
ആ കാറിന് ഫ്രണ്ടിലേക്ക് പോയി ചാവാൻ ഒരുങ്ങുമ്പോഴത്തേക്ക് പെട്ടെന്ന് മുകേഷിന്റെ കഥാപാത്രം ഈ വാണി വിശ്വനാഥിനെ പിടിച്ചു മാറ്റുമ്പോഴത്തേക്ക് ഈ ഇന്ദ്രൻസ് പറഞ്ഞിട്ടാ നമ്മള് കൊലപാതകത്തിന് സാക്ഷിയാവും, അതുകൊണ്ട് പിടിച്ചു മാറ്റണമെന്ന് പറയുമ്പോഴത്തേക്ക് മുകേഷ് പിടിച്ചു മാറ്റുമ്പോഴത്തേക്ക് പ്രതാപ് ചന്ദ്രൻ ഓർക്കും ഭാര്യയും ഭർത്താവുമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഭാര്യയും ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വീട്ടിൽ ചെന്നിട്ട് തീർക്കണം, വഴി വെച്ചല്ല തീർക്കേണ്ടതെന്നൊക്കെ പറയുന്നത്. അതെല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത് ഈ പാറക്കക്കടവിലാണ്. ഈ കാണുന്ന സ്ഥലത്ത് വെച്ചാണ് അതെല്ലാം ചിത്രീകരിക്കുന്നത്. അതിനുശേഷം പ്രതാപ് ചന്ദ്രൻ പോയ ശേഷം വീണ്ടും വാണി വിശ്വനാഥുമായിട്ട് മുകേഷ് വഴക്ക് പിടിക്കുകയും മുകേഷ് വാണി വിശ്വനാഥിനെ അടിച്ച് താഴെ വീഴ്ത്തുകയും ചെയ്യുന്ന രംഗങ്ങളെല്ലാം വാണി വിശ്വനാഥ് അടിച്ച് താഴെ വീഴുന്നത് ഇവിടെ വെച്ചാണ്. അതിനുശേഷം ഇന്ദ്രൻസ് പറയും നാടക നടിയായിട്ട് ഇവളെ കണക്കാക്കാം, അല്ലെ ഇവളെ എടുക്കാം, അതുകൊണ്ട് നമുക്ക് ഇവളെ കൊണ്ട് പോകാം എന്ന് പറഞ്ഞിട്ട് വാണി വിശ്വനാഥിനെ ആ കാറിലേക്ക് എടുത്തിട്ട് പോകാൻ ഒരുങ്ങുമ്പോഴത്തേക്ക് ഗർവാസി സാശാനെ കാണത്തില്ല. എന്തേലും ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗർവാസി സാശാനെ ഇവിടെയാണ് ഉപേക്ഷിച്ചിട്ട് പോകുന്നത്. അപ്പം മാന്നാർ മത്തായി എന്ന സിനിമയിലെ വാണി വിശ്വനാഥ് മുകേഷിനെ കാണുന്ന രംഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ പാറക്കക്കടവിലാണ്. ഇവിടെ അന്ന് ഒരുപാട് അക്കേഷ്യ മരങ്ങളൊക്കെ ഇടതൂർന്ന് നിൽക്കുകയായിരുന്നു. രാത്രി സീന് ആണ് ചിത്രീകരിച്ചത്. ഇപ്പോഴും അക്കേഷ്യ മരങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, പക്ഷെ അത്രത്തോളം ഇല്ല. അന്ന് ഇടതൂർന്ന അക്കേഷ്യ മരങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഈ പാറക്കക്കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് മലയാള ചിത്രങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കലണ്ടർ, അതുപോലെ തന്നെ ക്ലാസ്മേറ്റ്സ്, മന്ത്രമോതിരം എന്നൊക്കെ പറയുന്ന പടങ്ങളൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ പാറക്കക്കടവിലാണ്. ഒട്ടനവധി ചിത്രങ്ങൾക്ക് ലൊക്കേഷൻ ആയിട്ടുള്ള സ്ഥലമാണ് കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിക്കടുത്ത് പാറക്കക്കടവ് എന്ന് പറയുന്ന സ്ഥലം. അപ്പം മാന്നാർ മത്തായിയുടെ ഇവിടുത്തെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെ കാഴ്ചകൾ തൽക്കാലത്തേക്ക് അവസാനിക്കുകയാണ്. പഴയകാല ചിത്രങ്ങളുടെ ലൊക്കേഷൻ കാഴ്ചകളുമായി നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും എത്താമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം വിടവാങ്ങട്ടെ.